സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളൊരു കിടിലൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണ്. അതെന്താണെന്ന് വെച്ചാൽ ഒരു വഞ്ചി യാത്ര ചെയ്യാൻ പോണ്. നമ്മുടെ കൂടെ ഉള്ളത് എജോയാണ്. അപ്പോൾ എജോയാണ് നമ്മുടെ വഞ്ചിയുടെ കപ്പിത്താൻ. അപ്പോൾ ഞാനും എജോയ് ഇതാ ഈ കാണുന്ന പുഴയിലാണ് നമ്മുടെ വഞ്ചി കിടക്കുന്നത്. അപ്പോൾ ആ വഞ്ചി എടുത്തിട്ട് ഈ പുഴയിലൂടെ അങ്ങനെ കറങ്ങാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വഞ്ചിയിലൊക്കെ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് വഞ്ചിയും വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എജോ ഇത് ഡാഡിനോട് പറയാതെ വഞ്ചി എടുക്കുന്നത്. ഡാഡി അറിഞ്ഞാൽ സമ്മതിക്കൂല അല്ലേ? അപ്പോൾ ഡാഡിനോട് പറയാതെയാണ് നമ്മൾ ആ ഒരു വഞ്ചി യാത്ര ചെയ്യാൻ പോണത്. അപ്പോൾ എന്താ നമുക്ക് ആ ഒരു വഞ്ചി യാത്ര ഒന്ന് കണ്ടു നോക്കട്ടോ. ഇല്ല, വീഡിയോയിൽ കാണുള്ളൂ ഡാഡി. എടാ മഴ ഇതെന്താ ചെയ്യാ ചെയ്യണ്ടേ? അവിടെയും കിട്ടുന്നുണ്ടോ? ഏത് എങ്ങോട്ട് പിടിക്കണം? ആ കാനുണ്ടോ? കാനുണ്ടോ? ഓരോന്നോരോന്ന് എടുക്കാൻ കഴിയാ? ആ അങ്ങനത്തെ കാശോ. പതുക്കെ വെച്ചോ. മടലെന്തിനാ വേണ്ട? അയ്യോ കഴിഞ്ഞാൽ മതി. നിക്കാൻ പറ്റൂല അച്ചോ? നിക്കാൻ കഴിയില്ല? അയ്യോ ചെളി വെള്ളാട്ടോ. ഇവിടെ കേട്ടിട്ട് ഇവിടെ നിന്ന് കയറിക്കോ ചേട്ടൻ. അവിടെ ഇരിക്കും, തിരിഞ്ഞിരിക്കട്ടോ. ചേട്ടൻ പോയാൻ പറ്റുമോ? എങ്ങനെ തിരിഞ്ഞിരിക്കണേ? അങ്ങാട്ട്. അയ്യോ ആ കയറിക്കോ, അറിയില്ല. നേരെ അങ്ങാട്ട്. അങ്ങോട്ടോ? ആ ഇരിക്കണല്ലേ? തിരിഞ്ഞിരിക്കാൻ പറ്റൂലേ? അങ്ങോട്ടോ? മഴ ഇതെന്ത് ചെയ്യാപ്പോ? മഴ ചെയ്താലും നമുക്ക് എവിടെയെങ്കിലും ഓടിക്കാം. എടാ ഏച്ചാ വീഴൂടാ. എടാ പോണോ? എടാ ഏജോ പോണോടാ. പേടിയാണല്ലേ? എടാ മഴ പെയ്തു. മഴ പെയ്തടാ. എടാ മഴ പെയ്തു. മഴ തോന്നിട്ട് പോവാ. ആകെ നനയും. ഇവിടെ ഇരിക്കാല്ലേ? മഴ തോന്നിട്ട് പോവാ. അതെ, കുട കൂടി ഇരിക്കുക. ഞാൻ തോടില്ല കേട്ടോ. ഈ പോവലുണ്ട് എങ്ങനെ? പോവലുണ്ട് എങ്ങനെ? ആ ഞാൻ തുഴയണമെന്നോ? എങ്ങനെ? എന്തുകൊണ്ട് ഈ മട്ടനുണ്ടോ? ആ വേണ്ട, ഇജ്ജ് തുഴഞ്ഞോ. ക്ഷീണിച്ചിട്ട് ഞാൻ തുഴയാം. തുഴഞ്ഞോ, ഈ ക്ഷീണിക്കുമ്പോൾ ഞാൻ തുഴയാം. പിന്നെ കാറും ബസ്സും ബൈക്കും ഓടിക്കും പോലെ അല്ലല്ലോ, സ്റ്റിയറിംഗ് ഒന്നും ഇല്ലല്ലോ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി നമുക്കറിയില്ല. പോവല്ലേന്നോ? ഇതിപ്പോൾ എങ്ങോട്ട് എത്തുക? എങ്ങോട്ട് എത്തുക? എടാ പള്ളിപ്പുറം വലിയ പുഴയാണ്, അങ്ങോട്ട് പോണ്ട. ആ മമ്മീനോട് പറഞ്ഞോ? മമ്മി എന്താ പറഞ്ഞേ? പറഞ്ഞോ? ആ കുഴപ്പമില്ല. ഒരു സൈഡ് ശരിയുണ്ടല്ലോ. അയ്യോ ഇളകല്ലേ, പതുക്കെ. കപ്പിത്താൻ എജോന്റെ കൂടെ ക്യാമറമാൻ വിവേക്.
ആ ചെറിയ വഞ്ചി ഒരാൾക്ക് പോകാൻ പറ്റിയേ. ഇതല്ലേ ആ ഇതിലൊരാൾക്ക് പോകാൻ പറ്റുമോ? ഇതിലൂല്ലേ? ആ ഇവിടെ കണ്ടില്ലേ ചെറിയൊരു വഞ്ചി, അപ്പുറത്ത് രണ്ടാൾക്ക് പോകാൻ പറ്റിയൊരു വഞ്ചി. ഇവിടെ ചീനാവല ഇട്ടിട്ടുണ്ട്. ഇതോടെ പൊക്കോടാ, ഇതല്ലേ ചീനാവല? ചീനാവല ഇതെന്താണ് ഈ കെട്ടോ? ഇതിൽ മീൻ വളർത്തും? ഇതേപോലെ ഞണ്ട് വളർത്തിക്കൂടെ? കൊള്ളാലോ. എടാ വീട് അടിപൊളിയായിട്ട്, ചെറിയൊരു വീട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. എടാ ഇളക്കല്ലേ. ഷെനുവിനും കൂടി കൊണ്ടുവരുന്നില്ലേ? പക്ഷെ ഷെനുവിനെ കൊണ്ടുവരണം, അവൾക്ക് ജാക്കറ്റൊക്കെ കൊടുക്കണം, കാരണം അവൾക്ക് നീന്താൻ അറിയില്ലല്ലോ. ഇവിടെ ആളുണ്ടോ? ആ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല ഭംഗിയില്ലേ, വീതി കൂടിയില്ലേ? ഒരു രക്ഷയില്ലാത്ത കാഴ്ച കാണാൻ, നല്ല മനോഹരമായ കാഴ്ചകൾ. ഓ കിടിലൻ കിടിലൻ. അമ്മച്ചിന്റെ വീടോ? ആ പോവാ. ചായ ഒന്നും കുടിക്കണ്ട കേട്ടോ. അവിടെ ചീനാവല പോക്കാൻ ആള് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ 2 മിനിറ്റാണ് നിന്നാൽ മതിയായിരുന്നല്ലേ, ചീനാവല പോക്കാൻ ആള് വന്നിട്ടുണ്ട്. വേണ്ട വേണ്ട, അത് പോക്കട്ടെ. പ്രോ ഡ്രൈവറാട്ടെ കളയാനേ. അവിടെ ശരിക്കല്ലടാ. അയ്യോ അയ്യോ, വരുമ്പോ ഞാൻ അങ്ങോട്ട് പറയാട്ടോ. അങ്ങനെ ഈ തോടെ ഒരു പുഴയിലേക്ക് എത്തിച്ചേരുകയാണേ. അവിടെയാണ് ഇപ്പം ഞങ്ങൾ എത്തിയത്. ഇവിടെ കണ്ടില്ലേ വീതി കൂടി, അവിടെ അതാ ഒരുപാട് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇവിടെ കണ്ട ചീനവല, ഒരുപാട് ചീനവലകളും ബോട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ. എടാ ഏജോ, എവിടെയാണ് പുഴ സ്റ്റാർട്ടിങ്? ആ അവിടെയല്ല ഒഴുകണത്? ആ ഒഴുക്കല്ല കാണുന്നത്? നമുക്ക് അങ്ങോട്ട് പോകണ്ടോ? നമുക്ക് അവിടുന്ന് അങ്ങോട്ടൊന്നും പോയി കറക്കണ്ട, നമുക്ക് ഇവിടെ തന്നെ കറക്കാം. വേണമെങ്കിൽ ആ സെൻറ്റർ വരെ പോവാം. ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. ഓ ഏജോനെ സമ്മതിച്ചു. എടാ ഒറ്റയ്ക്കൊന്നും ഇങ്ങനെ വരരുത് കേട്ടോ, ഒറ്റയ്ക്ക് വരരുത് കേട്ടോ, ഡേഞ്ചറാണ്. ഇവിടെയൊക്കെ വീണാൽ ആരുമില്ല, പെട്ടെന്ന് ആരും അറിയില്ല. ഇവിടെ ആളുണ്ടോ? നോക്ക്, പങ്കായ നോക്കി നോക്ക്. ആ അത് മുട്ടിയോ? മുട്ടിയിട്ടില്ല. ഏത്? ആ വെള്ള വാർപ്പ് കൂടോ? ആ ഏത്? ആ ഷീറ്റ് ഇട്ടതോ? ആ ആ ആ പോവാ. ആഹാ ഈ പുഴ അക്കരെ കിടന്ന എൻ്റെ അമ്മേൻ്റെ വീടായില്ലേ? ഇവിടെയോ? ആ കണ്ടില്ലേ ഒരുപാട് ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട് അവിടെ. ആഹാ കാക്ക, നീർക്കാക്ക. അടിപൊളിയാട്ടോ ഇവിടെ. ഏച്ചാ ആ വീടൊക്കെ ഒരു റിസോർട്ടാക്കി മാറ്റിക്കൂടെ? അതിന് പറ്റിയ സ്ഥലമാണ്. ആ കോർണറത്തെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിലേ ഒരു റിസോർട്ടൊക്കെ കെട്ടിക്കൂടെ എന്നാൽ. ഇവിടെ സ്ഥലത്തിന് എന്താ വില? ചെറിയ പൈസ ഉണ്ടാവുള്ളൂ, ഫുള്ള് വെള്ളമല്ലേ. വെള്ളം കയറുന്ന സ്ഥലമാകുമ്പോൾ പൈസ ഉണ്ടാവില്ലല്ലോ. ഓഹോ, അമ്മേൻ്റെ വീട്ടിൽ ആരാ ഉള്ളത്? ഈ കാണുന്നതാട്ടെ അജോൻ്റെ അമ്മേൻ്റെ വീട്. അങ്ങനെ ഞങ്ങൾ അജോൻ്റെ അമ്മയുടെ വീട്ടിലെത്തി. സ്വന്തമായിട്ട് പുഴയൊക്കെ ഉണ്ട് അവർക്ക്, കണ്ടില്ലേ? ഇവിടെ ആളില്ല. എന്തായാലും വഞ്ചി അങ്ങോട്ട് അടിപ്പിക്ക്. പറഞ്ഞോണേ ആദ്യം കയറി. ഇപ്പോഴേ വേലിയേറ്റത്തിൻ്റെ സമയം കേട്ടോ. ഈ വെള്ളം കണ്ടില്ലേ, ഈ തോട്ടിൽ നിന്ന് ഈ ചാലിലേക്ക് ഒഴുകി പോണത്. വേലിയേറ്റവും വേലിയിറക്കവും ഒരുപാട് പഠിക്കാനുണ്ട് ഇവിടെ.
ഞങ്ങളെ പുഴയിൽ വേലിയേറ്റും വേലിയിറക്കുന്നുണ്ട്. ചായ വേണ്ട, ചായ എടുക്കണ്ട അറിയും വേണ്ട, ചായ വേണ്ട. കണ്ടില്ലേ വെള്ളം ഒഴുകി പോണത്? ഈ കാണുന്ന നമുക്ക് കറുത്ത മണ്ണില്ലേ, അതിപ്പോൾ ഈ പുഴയിൽ നിന്ന് കോരിട്ടതാണ്, ആഴം കൂട്ടിയതാണല്ലേ. വെള്ളം കയറാതിരിക്കാൻ വേണ്ടി മണ്ണ് കോരിട്ട് പുഴ ആഴം കൂട്ടിയതാണ് ഈ കാണുന്നത്. നല്ല കറുത്ത ചെളി മണ്ണാണ്. അയ്യോ, ഏലേ ഇതിൽ കയറല്ലേ? അടുത്തു ഇറങ്ങണേ. എന്നാ അമ്മജി പോട്ടെ, ഇനി വരുമ്പോ കാണാം. ഇതെന്താണ്, ഞാവലോ? കമ്മട്ടി. ആ ആ ചൂല്, എടാ ചൂല് നനയുണ്ട്. എന്നാ പോയിട്ടോ, ശരി. ചൂല് ഞാൻ പിടിക്ക. ഇത് യജോൻ്റെ അമ്മച്ചിയെ യജോന് കൊടുത്ത ചൂലാട്ടോ. എൻ്റെ വീട്ടിൽ മുറ്റടിക്കാൻ ചൂലില്ലാന്ന് പറഞ്ഞിട്ട് അമ്മച്ചി കൊടുത്തതാ. എങ്ങോട്ടാണ്? അങ്ങോട്ടല്ലേ? വേണ്ട, മഴടാ. എനിക്ക് പനി പിടിച്ചാൽ ഒരാഴ്ച ഞാൻ പെട്ടുപോകും. അങ്ങോട്ട് പോയി തിരിച്ചോ. യജോൻ്റെ അമ്മച്ചി അവിടെ നോക്കിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ യജോ പറഞ്ഞു പോണ വഴിക്ക് ആ ഒരു കോർണറിൽ പോയി ഒന്ന് കാണാം, അവിടെ നല്ലൊരു വ്യൂ ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു വ്യൂ കണ്ടു വരട്ടെ നമുക്ക്. എടാ, എൻ്റെ അപ്പൻ്റെ ആടാണോ കാണുന്നത്? ആ ഷീറ്റിട്ടത്? ആ അപ്പൊ അതെങ്ങനെ ശരിയാവും? അപ്പൊ ഈ വെള്ളം എങ്ങനെ, ഈ പുഴ എവിടുന്ന് ചേരുന്നത്? അപ്പൊ നമ്മളെ വീട് ആ മരങ്ങൾ നിൽക്കണ അവിടെയാ? അതെങ്ങനെ ശരിയാവും? അപ്പൊ നമ്മളെ വീട് എവിടെ? നമ്മളെ വീട് ഈ ദ്വീപിലല്ലേ? ഈ ദ്വീപിലല്ലേ? അതിപ്പോ എങ്ങനെയാ ശരിയാവുക? ഒരു ഐഡിയ കിട്ടണില്ലല്ലോ. ആ ഓക്കെ ഓക്കെ, എനിക്ക് മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. ഓക്കെ. ഇവിടെ ഫുള്ള് വെള്ളക്കെട്ടാകുമ്പോഴേ ഒന്നും ഇങ്ങനെ മനസ്സിലാവില്ല അല്ലേ. വലിയ പുഴയ്ക്ക് ചേർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വഞ്ചി. ഒരു കളർ കമ്മിയുണ്ട്, അത് മഴയും ഈ വെള്ളത്തിൻ്റെ കളറുമായിട്ടല്ലേ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുന്ന ഒരു ഫീലാണ്. ആ തെങ്ങൊക്കെ കണ്ടില്ല ഇങ്ങനെ ചാഞ്ഞ് വളഞ്ഞിരിക്കണത്. തെങ്ങിനൊന്നും നോട്ടം പോരായിട്ടാണോ ഈ കായലകത്ത്? ഉപ്പുവെള്ളമായിട്ടാവൂലേ? ആ ഇവിടെയാണ് കയറണത്. ഇവിടെ വഞ്ചി കെട്ടാൻ അവിടെ സ്ഥലമല്ലേ? എടാ അങ്ങോട്ട് പോകണ്ട, അവിടെ ഒഴുക്കുണ്ട്, എനിക്ക് പേടിയാ. ആ പള്ളി എവിടെ? എടാ ഫെറി. എടാ അങ്ങോട്ടാണ് അപ്പൊ യാർഡ്. ഇത് ചെട്ടിക്കാട് പള്ളിയൊക്കെ അങ്ങോട്ടല്ലേ? അങ്ങോട്ട് ആ പള്ളിയോ? ആ പള്ളിപ്പുറം പള്ളി അങ്ങോട്ട്. ഓക്കെ അവിടെ ചൂണ്ടിലിട്ടുണ്ടല്ലോ. ഒരു രക്ഷ കേട്ടോ, അത് കണ്ടില്ല പുഴ? 4 സൈഡും പുഴ. ആ ഒഴുകി പോണ കാണുന്നുണ്ട്. ഒരു ചിത്രത്തിൽ കാണുന്ന ഫ്രെയിം പോലെയാണ് ഈ ഒരു കാഴ്ച. എന്ത് ഭംഗിയറിയാം കാണാൻ. 2 സൈഡിലും നല്ല കണ്ടൽ കാടുകൾ, 2 സൈഡിലും പുഴയിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന തെങ്ങുകൾ, 2 സൈഡിലും ഓരോരോ ചീനാവലകൾ. ആഹാ, കടൽ കാക്കകൾ, ഞണ്ടുകൾ. എന്താ ചോ? എവിടെ? ഈ കാണുന്നതാണ് കണ്ടൽക്കാട്. കണ്ടില്ലേ? നല്ല ഭംഗിയായി കാണാൻ. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ ചിലപ്പോൾ കുട പോവും. വേണ്ട, കയറ്റണ്ട. കണ്ടില്ലേ? നല്ല ഭംഗിയായിട്ടാ കാണാൻ.
ഒന്ന് അടുപ്പിച്ചോ, അതിൻ്റെ ഇലയൊക്കെ ഒന്ന് എടുക്കട്ടെ, ഇലയും കായും പൂവൊക്കെ. അതിൻ്റെ വേറെല്ലാം കാണുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് കണ്ടൽ കാട്. കണ്ടൽ കാട് എന്നാണ്, കണ്ടൽ മരം എന്നാണ് പറയാ, കണ്ടൽ കാട്. കണ്ടില്ലേ, ഇതിൻ്റെ കായും പൂവൊക്കെയാണ് കാണുന്നത്. പൂവ് ആഹാ, കണ്ടില്ലേ, രണ്ട് സൈഡിലും കണ്ടൽ കാടുകളാണ്. ഇതൊക്കെ ആരാ മുറിച്ചിടുന്നത്, വെട്ടിയിടുന്നത്? വഞ്ചിക്കാരോ? ചെറിയൊരു ചാറ്റൽ മഴ പെയ്യണ്ടേ, അപ്പം ഞാൻ കുട നൂർത്തിരിക്കുകയാണ്. കാറ്റടിച്ചാലാണ് പ്രശ്നമാവുക അല്ലേ? എടാ ബോട്ട് വരുന്നുണ്ടോ? സൗണ്ട് ആക്കണ്. ആ അതാ ഒരു ബോട്ട് വരുന്നുണ്ടേ. എടാ സൈഡായി കൊടുക്ക്, നിർത്തിക്കോ. കണ്ടില്ലേ, നമ്മുടെ സൈഡിൽ കൊണ്ട് ബോട്ട് പോകണ്ട കേട്ടോ. അയ്യോ എടാ ഇളകണടാ, എന്റെ മോനെ, എന്തടത്? എടാ ഒരു രക്ഷയില്ലട്ടോ. ആ ബോട്ട് പോയപ്പോ ഓളം അടിച്ചിട്ടേ വഞ്ചി കിടന്ന് അങ്ങ് ആടുണ്ട് കണ്ടോ, ആ ഓളത്തിൽ അടിക്കണേ. ഈ പേടിച്ചില്ലല്ലോ, പേടിച്ചിട്ടില്ലല്ലോ? ആണോ? എടാ സൂക്ഷിക്കണം കേട്ടോ, ലൈഫ് ജാക്കറ്റ് ഒക്കെ വേണം കേട്ടോ, വലിയ ബോട്ടൊക്കെ പോകണം. ആ വലിയ ബോട്ട് പോകുമ്പോഴല്ലേ ഒന്നും കൂടി വളം കൂടുക. മറിഞ്ഞ ഒരു രക്ഷ ഉണ്ടാവല്ലോ കേട്ടോ. അടിയിൽ ഫുള്ള് ചേറാണ്, നമ്മൾ താന്ന് പോകും. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്, എല്ലാം മറന്നുപോയി. ആ ബോട്ട് വന്നല്ലേ, നേരത്തെ ആ സംസാരം എന്താണെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ ചെട്ടിക്കാട് പള്ളീൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു കടത്തും അവിടെ ഒരു വ്യൂ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ വഞ്ചി ഒരു ചീനവലൻ്റെ താഴെ കൂടെ ആട്ടോ പോണത്. നല്ല ഭംഗി. അവിടെ ചെറിയ വീട് കണ്ടില്ലേ, നമ്മൾ ചില സിനിമയിലൊക്കെ കുട്ടനാട്ട് കൂടെ ഒക്കെ പോണ സീനൊക്കെ കാണുമ്പോൾ കാണാം അതേപോലത്തെ ചെറിയ വീടുകൾ, നല്ല ഭംഗിയുള്ള വീട്. ഏത് അടിപൊളി ഡ്രൈവറാട്ടോ, ഒന്നും പറയല. വഞ്ചി ഡ്രൈവർ. ഇത് കണ്ടില്ല, വലിയ തോണിയാണ്, മോട്ടറൊക്കെ ഘടിപ്പിച്ച തോണിയാണ്. ഇതിൽ നങ്കൂരൊക്കെ ഉണ്ട്. ഇതെന്തിനു ഉപയോഗിക്കണ തോണിയാ? മണ്ണെടുക്കാനോ? ആ ഈ എറണാകുളത്ത് വന്നാലേ ഇവിടെ ഫുൾ വെള്ളം കേട്ടോ. വെള്ളമല്ലാത്തൊരു പരിപാടിയില്ല ഇവിടെ, എവിടെ നോക്കിയാലും വെള്ളം. കുടിവെള്ളക്ഷാമം ഉണ്ട് അല്ലേ? കുടിവെള്ളക്ഷാമം ഉണ്ടല്ലോ അവിടെ. ഇവിടെ നല്ല വെള്ളം കിട്ടൂല അല്ലേ? ആ ക്ലോറിൻ വെള്ളം. ഇത് കണ്ടില്ലേ, പാവപ്പെട്ടവൻ്റെ ചീനവല. അങ്ങനെ മീൻ പിടിക്കാട്ടോ. ഇതെന്താ മീനിൻ്റെ ഫാക്ടറിയോ? അതെന്താ മീൻ ഫാക്ടറിയോ? ചെമ്മീൻ ഫാക്ടറി ആണത് സുഹൃത്തുക്കളെ. ആ കാണുന്നതേ ഒരു ചെമ്മീൻ ഫാക്ടറിയാണ്. ചെമ്മീൻ്റെ തോലൊക്കെ പൊളിച്ച് ഫ്രഷ് ആക്കുന്ന സ്ഥലമാണിത് അല്ലേ? ആ ചേച്ചിമാർ നന്നാക്കിയ ചെമ്മീൻ ഇതാ കൊട്ടയിൽ കൊണ്ട് തട്ടുകയാണേ. അതിൽ നിന്നും കൊത്തി പൊറുക്കാനായിട്ട് കുറേ കാക്കകൾ അവിടെ ഉണ്ടേ. കണ്ടില്ലേ, ആ ചേച്ചിമാർ ആ കാക്കകൾ ആട്ടി ഓടിക്കണ പോലുമില്ല. അവർക്ക് വേണ്ടത് എടുത്തിട്ട് അവർ പോയിക്കോളും. ആ പരുന്തൊക്കെ ഉണ്ടല്ലോ. ആ അത് രണ്ട് പരുന്ത്. അയ്യോ കൊത്തുവോ? വീട്ടിലുണ്ട് കൃഷ്ണ പരുന്തേ. കാക്കയുണ്ട്, പരുന്തുണ്ട്, കടൽക്കാക്കുണ്ട്, എല്ലാവരും ഉണ്ട്. കണ്ട് എല്ലാവരും കൂടി നന്നാക്കി വെച്ച ചെമ്മീനും കൊത്തി തിന്നാണേ. അയ്യോ ശരിക്കടാ. ഇരിക്കട്ടോ, നമ്മൾ തിരിച്ചു പോവുകയാണ്. വണ്ടി തിരിക്കണതൊക്കെ അടിപൊളി കേട്ടോ. ഇത് തിരിക്കാനൊക്കെ ഒരു എക്സ്പീരിയൻസും പ്രാക്ടീസും വേണം. അതങ്ങനെ പതുക്കെ തിരിയുകയാണ്. അയ്യോ അയ്യോ, ജീവൻ പണയം വെച്ചാണ് ഇരിക്കുന്നത്. ആ
തിരിക്കൂ തിരിക്കൂ. യെസ്, ഇപ്പോൾ വഞ്ചി നേരെ കേട്ടോ. ഓ കണ്ടില്ലേ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിട്ടാട്ടോ വഞ്ചി നേരെയാക്കണത്. അല്ലേ ഇപ്പോൾ കണ്ടില്ലേ, വഞ്ചി സ്ട്രൈറ്റായി, ഈ തോടിന് സ്ട്രൈറ്റായി നമ്മുടെ വഞ്ചി. അപ്പോൾ നമ്മൾ ഇനി നേരെ പോവാണ്. ആ ചെമ്മീൻ ചെള്ളീൻ്റെ ആയിക്കോട്ടെ പോട്ടോ. ചെമ്മീൻ ചെള്ള എന്താ പറയാ, ചെമ്മീൻ കമ്പനി. ആ ചെമ്മീൻ കമ്പനീൻ്റെ അതിലൊന്ന് പോട്ടോ. അങ്ങനെ വീണ്ടും ചെമ്മീൻ ഫാക്ടറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, കാക്കകളൊക്കെ ലൈനായിട്ട് നല്ല അനുസരണയോടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ബോക്സിൻ്റെ അടുത്തേക്ക് ഇതാ ഒരു കൊക്ക് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് കാഴ്ച. പരുന്ത് അവിടെ പോയി. ആ പരുന്ത് വാ, അതൊക്കെ കാലെടുത്ത് പോയത്. അടുത്ത പരുന്ത്. ഓ പരുന്ത് ഒരുപാടുണ്ട് കേട്ടോ. ഈ ചീനവലൻ്റെ മുകളിലൊക്കെ പരുന്തുകളാണ്. അവിടുന്ന് ഒരു വഞ്ചി വരുന്നുണ്ട്, അത് ഞണ്ട് പിടിക്കാൻ വരികയാണ്. സുഹൃത്തുക്കളെ, യജാൻ്റെ കൂടെ ഉണ്ടായ ഇന്നത്തെ ഈ ഒരു ബോട്ട് യാത്ര അല്ലേ, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബോട്ട് യാത്ര ആസ്വദിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വഞ്ചി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ നമ്മുടെ പാർക്കിംഗ് ഏരിയയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തെങ്ങിൻ്റെ മുരട്ടല്ലേ, ആ തെങ്ങിൻ്റെ മുരട്ട്. ആ പക്ഷെ വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. എന്ത് ഭംഗിയാറിയോ ഫ്രെയിം കാണാൻ. ആ പരുത്തിക്കാട്ടിക്കല്ല പോണത്. ആഹാ, ഉജാലാൻ്റെ കുപ്പിയൊക്കെ ഉണ്ടല്ലോ. വാവ്, അങ്ങനെ യജോ പരുത്തിക്കാട്ടിലേക്ക് നമ്മുടെ വഞ്ചി അടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യോ 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 ഈ വെള്ളത്തിൽ കുളിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളെ മേലെ ഈ വെള്ളമായാൽ നമുക്ക് ചോറ് പിടിക്കും, മോശം വെള്ളമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ പരുത്തിക്കാട്ടിലേക്കാണ് നമ്മുടെ വഞ്ചി അടുപ്പിക്കാൻ പോണത്. യെസ്, തിരിച്ചോ. എവിടെയാണോ? ആ ഇവിടെ അല്ല, ആ ഭാഗത്ത് അങ്ങോട്ടല്ലേ. വെള്ളം കൂടിയോ? വേലിയേറ്റാണ്. ആ സുഹൃത്തുക്കളെ, ഇത് വേലിയേറ്റാട്ടോ. കാരണം ഞങ്ങൾ വന്നപ്പോഴേ ഇവിടെ ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല, തിരിച്ചറിയണില്ല. ഇപ്പോൾ കണ്ടോ, വെള്ളം കൂടി. ഇവിടെ ഏകദേശം മുട്ടറ്റം വെള്ളമാണ്. ഞങ്ങൾ വന്നപ്പോൾ കാൽപാദം വരെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഓ കണ്ടോ, അപ്പോൾ വെള്ളം ഏറ്റാണ്. വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ വെള്ളം ഇതാ ഇവിടെ വരെ വെള്ളം. ഇപ്പോൾ ഇതാ കണ്ടോ, അങ്ങോട്ട് കയറി. അയ്യോ, ഞാൻ ഇറങ്ങാം കേട്ടോ, ഒരു മിനിറ്റ്. ഇന്നത്തെ വഞ്ചി റൈഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും യജോൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇന്നത്തെ ഒരു വഞ്ചി റൈഡ് ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വഞ്ചി യാത്രയൊക്കെ ചെയ്യണത്. അതിൻ്റെ ഇടയ്ക്ക് കണ്ടില്ല സുഹൃത്തുക്കളെ, കുട കൂടി നിൽക്കുമ്പോഴേ താടി കുറച്ച് കുടയിൽ ഉടക്കി. കണ്ടോ, ഒരു രക്ഷയില്ല. ആ കുടേൻ്റെ ക്ലിപ്പിലേ കിട്ടി. അപ്പോൾ യജോ നമ്മുടെ വഞ്ചി ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും യജോൻ്റെ ഡ്രൈവിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു, സംഭവം അടിപൊളിയാണ്. ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് മാറ്റി വെച്ച 2-3 സാധനങ്ങളുണ്ട്, അതൊക്കെ തിരിച്ച് അങ്ങോട്ട് വെക്കാണ്ട്. ഇതാണ് നമുക്ക് ഞണ്ടിന് തീറ്റ കൊടുക്കാനുള്ള ഞണ്ടിൻ്റെ കെണിയാണിത്. പങ്കായം അവിടെയാണ്. ഒക്കെ കിട്ടിയത് അതുപോലെ വെച്ച. വീഡിയോ കാണുമ്പോൾ അറിഞ്ഞാൽ മതി ഡാഡി നമ്മൾ വഞ്ചി എടുത്ത് പോയത്. കെട്ടൊക്കെ മറക്കണ്ട, അതേപോലെ കെട്ടി വെച്ചോ. ആ കെട്ട അറിയോ? പക്ഷെ വണ്ടിൻ്റെ തല തിരിഞ്ഞിട്ടുണ്ട്. ആ ഈ തല അങ്ങോട്ടായിരുന്നു. ആ അത് കുഴപ്പമില്ല, ഇനിയിപ്പോൾ എങ്ങനെയാലും കുഴപ്പമില്ലല്ലോ. അതൊക്കെ പറയാൻ കാരണം എന്താ അറിയോ, ഈ ബ്ലേഡ് ഉണ്ടല്ലോ, ഇവന് ബ്ലേഡ് ഉണ്ടോ, ആ ബ്ലേഡ് ഈ ഭാഗത്തേക്ക് ഞാൻ വന്നപ്പോൾ കണ്ടിരുന്നു. അതിനിപ്പോൾ ഏത് തലയിലും കുഴപ്പമില്ലല്ലോ. ആ ഡാഡിക്കിൻ്റെ ഒരു ഇരുത്തത്തിൻ്റെ പൊസിഷൻ ഉണ്ടാവില്ലോ അല്ലേ. ആ ഓക്കെ. പങ്കായോ വേണം. ഓക്കെ, പങ്കായം തരാം. അയ്യോ വാ മോനെ, പങ്കായം എന്നാ മോനെ, പങ്കായം. ആ ഏജോ തിരിക്കണ കാണട്ടെ നമുക്ക്. പോട്ടെ സൈഡ് നോക്കണ്ട. പോട്ടെ
വാ 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 തിരിഞ്ഞു വാ. കണ്ടോ റിവേഴ്സ് ക്യാമറ ഒന്നും വേണ്ട ഇതിന്. റിവേഴ്സ് ക്യാമറ ഒന്നും വേണ്ടല്ലോ ഇതിന്. കുത്തിയോ? കേറ്റിക്കോ. മണ്ണിലിടിച്ചോ? അത് സംഭവമോ, ഞങ്ങൾ വന്നപ്പോഴേ ആ മരത്തിന് ചാരിയായിരുന്നു ഈ വഞ്ചി ഉണ്ടായിരുന്നു. ഇപ്പോൾ വേലിയേറ്റായപ്പോൾ വെള്ളം കൂടി നമുക്ക് കറക്റ്റ് വഹിക്കണില്ല, മണ്ണുമ തട്ടണം. പതുക്കെ. ഇറങ്ങിക്കോ. ആ ഇറങ്ങിയപ്പോൾ വഞ്ചി പൊന്തി. ഇനി നേരെ കൈകൊണ്ട് ഒരു ഒറ്റ വലിച്ചാണ് കേട്ടോ. എത്ര പണിയുള്ളൂ? ഓക്കെ കെട്ടിക്കോ. ഞാൻ പങ്കായം അങ്ങോട്ട് ഇട്ടെ. കെട്ടിയോ? ഇത് കണ്ടില്ലേ, ഡാഡി കെട്ടി അതേപോലത്തെ കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. ഡാഡി പറയാൻ പാടില്ല വഞ്ചി എടുത്ത് പോയത്. നമ്മുടെ വീഡിയോ കാണുമ്പോഴേ ഞെട്ടാൻ പാടില്ല. ഇവിടുത്തെ സാധനമൊക്കെ അതേപോലെ വെക്കണേ. അയ്യോ വീഴല്ലേ. അവിടെ ഇരുന്നു മറിഞ്ഞു പോകുന്നില്ലല്ലോ. അതിനുള്ളിലേക്ക് ഇറക്കി വെക്കണോ? വേണ്ടല്ലോ പോലല്ലേ. ഇനി വലിച്ച് ഡാഡി കെട്ടിയ പോലെ തന്നെ കെട്ടി വെച്ചോ.